എന്ത് പറയണം എന്നെനിക്കറിയില്ല. കാരണം കാണണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ കണ്ടുപോകും. ഒരുപാട് ആൾക്കാർ ആ വീഡിയോ എടുത്ത് പ്രതികരിക്കുമ്പോൾ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ആ കുഞ്ഞിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. നല്ല മുഖപരിചയം കുട്ടിയെ കണ്ടിട്ട്. ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി ആ അച്ഛനും അമ്മയ്ക്കും തിരിച്ചു വരില്ല ആ കുഞ്ഞ്. ഇമാതിരി ദ്രോഹം ചെയ്യുന്ന ഈ എന്താ പറയണേ, ഇവനെയൊക്കെ എന്താ വിളിക്കേണ്ടേ അതും അറിയില്ല. ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ വെട്ടി വെലി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ഇവന്മാരെ അല്ലാതെ കൊണ്ടുവന്ന് സമൂഹത്തിൽ കൊണ്ടുവന്ന് ഇവന്മാരെ തുറങ്കിലടച്ചിട്ടോ സെൻട്രൽ ജയിലിൽ കൊടുത്തിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഇവനെയൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അവൻ്റെ കൈയും കാലും അടിച്ചൊടിക്കണം. ആ ചിരിച്ച് കുഴഞ്ഞ് അവൻ്റെ നാക്കും അവൻ്റെ വായു ഉണ്ടല്ലോ, വലിച്ച് കീറി ചെവരിലൊട്ടിക്കണം. അവനെയൊക്കെ ഇനി ഒരു കുട്ടിയെ ഇതുപോലെ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. എനിക്ക് പറയാനുള്ളത് ഇതാണ്. എൻ്റെ കയ്യിലങ്ങനെ കിട്ടുന്ന അവനെ ഞാൻ നശിപ്പിച്ചനെ. അവനെ കൊല്ലാതെ കൊല്ലണം. അവനെ ഒരടിയായിട്ട് കൊല്ലരുത്. അവനെ കൊല്ലാതെ കൊന്നിട്ട് അവനെ ജീവിക്കാൻ വേണ്ടി. എങ്കിലും അവന് ജാതി എന്താണ്, മതം എന്താണ്, കുട്ടികൾ എന്താണ്, അവരുടെ മനസ്സെന്താണെന്നൊക്കെ അവന് കാണാൻ കഴിയുള്ളൂ. എന്ത് ജാതി മതമാണ്. ഒരു വീട്ടിലുള്ള ഒരു വ്യക്തി പുറത്തോട്ടൊരു യാത്ര പോകുമ്പോൾ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ പല ജാതിക്കാരാണ് ആ ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ? അവരുണ്ടാക്കുന്ന ഫുഡാണ് വഴിച്ച് നക്കിയിട്ട് പോകണം, നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട്. 5 സ്റ്റാർ ഹോട്ടലിൻ്റെ പേരൊക്കെ വിളിച്ച് പറയണ കേട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അവിടെ നിൽക്കുന്നത് മൊത്തം ഏതൊക്കെയോ ജാതിക്കാരാണ്. ഹിന്ദിക്കാർ, മലയാളികൾ, പല ജാതിക്കാരാണ്. അവിടെ ജാതി എന്ത്, മതം എന്ത്? കൈ മുറിയുമ്പോൾ വരുന്നതെല്ലാം ഒരേ ചോരയാണ്. എ പോസിറ്റീവ്, എ നെഗറ്റീവ് ഒക്കെ ഓക്കെ തന്നെയാണ്. പക്ഷെ ഒരു ബ്ലഡിന് ആവശ്യമെന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ ഏതെങ്കിലും ജാതിക്കാരുടെ ബ്ലഡാണ് നമുക്ക് തരുന്നത് അല്ലേ? അവിടെ നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് ആ ബ്ലഡ് വേണ്ട, എൻ്റെ കുഞ്ഞ് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, എനിക്ക് എൻ്റെ ജാതിക്കാരൻ്റെ ബ്ലഡ് തന്നെ മതിയെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പം എത്രയോ പേര് മരിക്കുമ്പോൾ എത്ര പേരുടെ കണ്ണ്, ഹൃദയം, കരൾ ഒക്കെ ദാനം ചെയ്യുന്നുണ്ട്. ഏതോ ജാതിക്കാരൻ്റെതാണ് ഏതോ ഒരു ജാതിക്കാരന് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അവിടെ പറയുന്നുണ്ടോ എനിക്കത് വേണ്ട ഇത് വേണ്ടെന്ന്? എന്ത് ജാതി, എന്ത് മതം, കറുപ്പിൽ എന്തിരിക്കുന്നു, വെളുപ്പിൽ എന്തിരിക്കുന്നു? ഒരു യാത്ര പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സൗന്ദര്യമൊക്കെ. ഒന്നും വേണ്ട. ഒരു ഗ്യാസ് പൊട്ടി തെറിച്ചാൽ അല്ലെങ്കിൽ ഒരു പൊള്ളലേറ്റാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സൗന്ദര്യങ്ങളൊക്കെ. ഇതുകൊണ്ടൊന്നും, സൗന്ദര്യം കൊണ്ടൊന്നും ഒരിടം എത്തിപ്പെടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓരോ മനുഷ്യർ ജനിക്കുമ്പോൾ ഓരോ കളറായിരിക്കും. അതിൽ കുറ്റപ്പെടുത്തിയിട്ടോ ആ ജാതിയെ വെച്ച് ആക്ഷേപിച്ചിട്ടോ ഒന്നും നമുക്ക് ജാതി കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാണ്ട കാര്യവുമില്ല, ചെയ്യാനും പറ്റില്ല. മനുഷ്യനായിരിക്കുക, മറ്റുള്ളവരെ തിരിച്ചറിയാൻ പഠിക്കുക, ഒരാളെ സ്നേഹിക്കാൻ പഠിക്കുക. അതൊക്കെയാണ് ജീവിതത്തിൽ. അല്ലാതെ ജാതി മതവും കൊണ്ടൊന്നും നമ്മൾ ഒരിടം എത്തിപ്പെടില്ല. അങ്ങനെയൊക്കെ നോക്കി ഈ ഭൂമിയിൽ ജീവിക്കാനും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ജാതി പറഞ്ഞ് ഇവനെയൊക്കെ ഭൂമിക്ക് മേളിൽ ആരാണ് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ അച്ഛനും അമ്മയും ഒന്ന് കണ്ടിരുന്നെങ്കിലേ അവർക്കൊരു പൊന്നുമാല ഇട്ട് കൊടുക്കാമായിരുന്നു ഇങ്ങനെയുള്ളവനെയൊക്കെ ജനിപ്പിച്ചതിന്. ഈ കുട്ടികൾ എന്താണ് ഇങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ ഉള്ള കുട്ടികൾ. കാരണം എന്തെങ്കിലും ഒരു ട്രോമ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോർച്ചറിങ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പീഡനം ഉണ്ടായി, അവരെന്തിനാണ് ഭയക്കുന്നത്? 10 പ്രാവശ്യം പീഡിപ്പിച്ചാലും 1 പ്രാവശ്യം പീഡിപ്പിച്ചാലും ഭയം തന്നെയല്ലേ? ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. ഇന്നൊരു കാര്യം സംഭവിച്ചു, നാളെ കോളേജിൽ പോകണ്ട, അതൊരു സീനാക്കുക, അത് വീട്ടിൽ പറയുക, അല്ലെങ്കിൽ 4 പേരെ അറിയിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറയുക, ഒരു സീനാക്കുക. അപ്പോഴേ ആ ഒരു വിഷയം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും രൂക്ഷമായ പ്രശ്നം വരില്ലായിരുന്നു. കുട്ടികളെയൊക്കെ ചിരിക്കാൻ പറയുമ്പോൾ കുട്ടികൾ ചിരിച്ചില്ലെങ്കിൽ അടിക്കും, വഴക്ക് പറയും എന്നൊക്കെ. അപ്പോൾ ചിരിക്കാൻ പറയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ചിരിച്ചാൽ പോരെ, പിറ്റേ ദിവസം ചിരിക്കാനായിട്ട് അവിടെ പോയി ഇരിക്കുന്നത് എന്തിന്? മാർക്ക് കുറയും. മാർക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ പോണു? എത്രയോ പഠിച്ച വ്യക്തികൾക്ക് ജോലിയില്ല ഇവിടെ. അവർ മമ്മൂട്ടിയെടുത്ത് കളിക്കാൻ പോവുക. ജോലിയല്ല വലുത്, നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞേ ഉള്ളൂ നമുക്കൊരു ജോലി. നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്തെങ്കിലും ഒരു ആപത്ത് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷിതത്വം അല്ല നമ്മൾ നോക്കേണ്ട, അവരെയും കൂടി രക്ഷിക്കാൻ നോക്കുക. അതാണ് യഥാർത്ഥ ഒരു സുഹൃത്തെന്ന് പറയുന്നത്. അവരെയും രക്ഷിക്കുക, അവരുടെ ജീവനും വിലപ്പെട്ടതാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഒത്തു നിൽക്കണം ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ 4 പേരെ അറിയിക്കുക, അതിനൊരു സീനുണ്ടാക്കി ഇവനെ അവിടെ നിന്ന് മാറ്റണം, ഒരു സീനുണ്ടാക്കണം, ഇവന് കൊടുക്കേണ്ട ശിക്ഷ തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കണം.
അത് ചെയ്യണം. അല്ലാതെ ഈ പറയുന്നോണം എന്താണിതൊക്കെ മനസ്സിലാകുന്നില്ല. കുട്ടികൾക്ക് തൻ്റെ ഇടമുണ്ട്, ധൈര്യമുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലേ? എത്രയോ പ്രാവശ്യം ആ കുഞ്ഞിനെ അമ്മയെ ആക്ഷേപിച്ചിരിക്കുന്നു, കുഞ്ഞിൻ്റെ അമ്മയെ ആക്ഷേപിച്ചിരിക്കുന്നു, കുഞ്ഞിൻ്റെ അമ്മയുടെ ഓപ്പറേഷനെക്കുറിച്ച് കളിയാക്കിയിരിക്കുന്നു. ഈ മാർക്ക് കൊണ്ടൊന്നും നിൻ്റെ അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു, എന്തൊക്കെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഒരു കാര്യം കേട്ടിട്ട് ബാക്കിയുള്ള കാര്യം കേൾക്കാണ്ട് വീട്ടിൽ വന്ന് അത് ഇഷ്യൂ ആക്കുകയോ പറയുകയോ ആരടുത്തെങ്കിലും പറയുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു വിഷയം വരില്ലായിരുന്നല്ലോ. ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഈ കുട്ടികൾ അത്രയും കണ്ടുകൊണ്ടല്ലേ ഇരുന്നു. ആ തെമ്മാടി, ആ നായിൻ്റെ മോൻ ഇത്രയും സീനാക്കിയത് ഈ കുട്ടികളൊക്കെ, പഠിക്കുന്ന കുട്ടികളൊക്കെ കണ്ടുകൊണ്ടല്ലേ ഇരുന്നത്. ആർക്കും മണ്ടയിൽ മൂളയില്ലേ? ഇതൊരു സീനാക്കാനോ അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ ടോർച്ചർ ചെയ്യുന്നു നമുക്കെങ്കിലും അത് 4 പേരോട് പറയാം, ഒരു സീനാക്കാമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടായില്ലേ? നിങ്ങൾക്ക് വിവരമുണ്ട്, ബുദ്ധിയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് പ്രയോജനം? അതുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ ഇത്രയും പഠിച്ച് വളർന്നിട്ട് എന്താണ് പ്രയോജനം? ആ അറിവ് കൊണ്ട് മറ്റൊരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ? അതില്ലെങ്കിൽ പിന്നെ പഠിച്ചത് കൊണ്ട് എന്താണ് ഗുണം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, ആ അച്ഛനും അമ്മയ്ക്കും എല്ലാം നശിച്ചു. ഇനി എന്താണ്? ഇനി എന്ത് സൗഭാഗ്യമാണ് അവർക്ക് വരാനുള്ളത്? കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ആ കുട്ടികളെ വളർത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വെള്ള പൊതിച്ച ഒരു ശരീരം കാണുക എന്ന് പറയുന്നത് ഏതൊരമ്മയ്ക്കാണ് സഹിക്കുന്നത്? ഒരിക്കലും സഹിക്കില്ല. പെറ്റ വയറാണോ? സഹിക്കാൻ കഴിയില്ലത്. ഇവനെയൊക്കെ ജനങ്ങൾക്കാണ് വിട്ടുകൊടുക്കേണ്ടത്. ഇവനെയൊക്കെ കൊണ്ടുവന്ന് സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയല്ല ചെയ്യേണ്ട. അവൻ ജാമ്യത്തിൽ വീണ്ടും ഇറങ്ങും, വീണ്ടും ഇത് തന്നെ അവൻ ചെയ്യും. മനസ്സിലായില്ലേ? ഇവനെയൊന്നും ഭൂമിക്ക് മേളിൽ വെച്ചിരിക്കരുത്. ഇതൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ജനങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് അവന് ആ ശിക്ഷ കിട്ടത്തന്നെ, അർഹിക്കുന്ന ശിക്ഷ അവന് കിട്ടത്തന്നെ ചെയ്യണം. അവനെ വെറുതെ വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കൈകാര്യം ചെയ്യുക. പറയാൻ സങ്കടമുണ്ട്, ശരിക്കും സങ്കടത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. എങ്കിലും നമുക്ക് ഷൗട്ട് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അമ്മാതിരി ഈ കേരളത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നതെന്ന് കേൾക്കുമ്പോഴാണ് ശരിക്കും മനുഷ്യരെ എങ്ങനെ ഇങ്ങനെ ആവുന്നു ഇതാണ് മനസ്സിലാകാത്ത. എങ്ങനെ പീഡനം, പീഡിപ്പിച്ച് കൊല്ലുക, കൊന്നതിന് ശേഷവും പീഡിപ്പിക്കുക, എന്താണിതൊക്കെ? എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് മനസ്സിലാകുന്നില്ല. അധികാരികളുടെ കണ്ണിലോ കാതിലോ ഇത് എത്തുന്നില്ലേ? പീഡിപ്പിച്ചതിന് ശേഷം കൊല്ലുക, കൊന്നതിന് ശേഷം പീഡിപ്പിക്കുക, എന്താണ്? ഒന്നും മനസ്സിലാകുന്നില്ല. ഈ നാടെങ്ങോട്ടാണ് പോകുന്നത്? ഈ നാട്ടിലെ മനുഷ്യരെങ്ങോട്ടാണ് പോകുന്നത്? മനസ്സിലാകുന്നില്ല ശരിക്കും. സങ്കടമുണ്ട്, സങ്കടം. എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സങ്കടത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കൂ. സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പുറത്തോട്ട് പോകാൻ ക്യാമറ വയ്ക്കുന്നു, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ക്യാമറയിൽ പിടിക്കുന്നു, ഫോൺ സംസാരിച്ചൊക്കെ എന്തെല്ലാം നിങ്ങൾ ക്യാമറയിൽ പിടിക്കുന്നു. ഒരു കോളേജ് മുറിയിൽ, ഒരു ഓഫീസ് മുറിയിൽ, കോളേജിൻ്റെ പരിസരത്ത് ഒക്കെ നിങ്ങളൊരു ക്യാമറ ഫിറ്റ് ചെയ്യൂ. എന്തെങ്കിലും ആ ക്യാമറയിൽ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഇതുപോലെ നടന്നാൽ, എന്തെങ്കിലും ഷൗട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ ഒരു നമുക്കൊരു സിഗ്നൽ തരത്തക്ക രീതിയിൽ ക്യാമറയിൽ നിങ്ങൾ ഫിറ്റ് ചെയ്ത് വയ്ക്കൂ. പെട്ടെന്ന് ഒരു അടിപിടി കേസോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും ഒരു അപകടമോ സംഭവിച്ചാൽ മറ്റുള്ളവരറിയത്തക്ക രീതിയിൽ ഒരു ഹോണിമെല്ല് പോലെ എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ ആ ക്യാമറയിൽ ഘടിപ്പിച്ചിട്ട് ഒരു ക്യാമറ ഫിറ്റ് ചെയ്യൂ എല്ലാ കോളേജുകളിലും. കുട്ടികളുടെ സുരക്ഷിതത്വം നിങ്ങൾ അത് ഉറപ്പിലാക്കൂ. കുട്ടികളുടെ ജീവനാണ് വലുത്. എത്രയോ അമ്മമാർ കഷ്ടപ്പെട്ട് കൃഷിപ്പണി ചെയ്ത് കൂലിപ്പണി ചെയ്ത് അവർ ആ കുട്ടികളെ പഠിക്കാൻ അയക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്. നാളെ ആ കുട്ടി എൻ്റെ മകൻ ഡോക്ടറാവും, അല്ലെങ്കിൽ എഞ്ചിനീയറാവും, അല്ലെങ്കിൽ വക്കീലാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജോലികളിൽ എത്തിപ്പെട്ടിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും ആ സർട്ടിഫിക്കറ്റും കൊണ്ട്. അത് കാതോർത്തിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവരുടെ മനസ്സുകൾ എന്ത് വേദനിക്കുമെന്നറിയോ? നിങ്ങൾക്കറിയില്ല അതിൻ്റെ വേദന. നിങ്ങൾ കോടികൾ കൊണ്ട് അമ്മാനമാടി കസാരയിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാകില്ല. സ്നേഹത്തിൻ്റെ ആഴമറിയില്ല. സ്നേഹിച്ചാൽ മാത്രമേ അതറിയാൻ പറ്റൂ. കഷ്ടപ്പെട്ട് വേദനയോടുകൂടി വളർന്നാൽ മാത്രമേ, ദുഃഖവും കഷ്ടപ്പാടും എന്തെന്നറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. കോടികൾ കൊണ്ട് അമ്മാനമാടുന്നവർക്ക് ഒരിക്കലും വേദന ദുഃഖം എന്താണെന്നൊന്നും മനസ്സിലാകില്ല. ഒരാൾ കരഞ്ഞാൽ പോലും അത് കണ്ണുനീരാണെന്നറിയാൻ അവർക്ക് ഉള്ള മനസ്സിന് ആ ഒരു ഇതുണ്ടാകത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സ്ഥലങ്ങളിലെ ക്യാമറ ഫിറ്റ് ചെയ്യൂ. കോടികളുണ്ടല്ലോ. മരിക്കുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകത്തില്ല, ഒരു ഉടുതുണി പോലും കൊണ്ടുപോകത്തില്ല.
ഒരു ക്യാമറ വയ്ക്കൂ. ഓഫീസ് റൂമിലും കോളേജ് മുറിയിലും കുട്ടികൾ പഠിക്കുന്നിടത്തും ഒക്കെ ക്യാമറ ഫിറ്റ് ചെയ്യൂ. എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ഒരു സിഗ്നൽ തരാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ, അതിൽ അങ്ങനെ ഒരു സിസ്റ്റം ഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴായാലും കുട്ടികളോട് സംസാരിക്കുമ്പോഴായാലും എല്ലാം ഡയറക്റ്റായിട്ട് കാണത്തക്ക രീതിയിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ഒരു ഓഫീസ് റൂം ഫിറ്റ് ചെയ്ത് കുറച്ച് പേർക്ക് ജോലി കൊടുക്ക്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ക്യാമറയിലൂടെ നോക്കാനും എന്തെങ്കിലും പ്രോബ്ലം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നറിയാനൊക്കെ ആയിട്ട് കുറച്ച് ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുപോവാ. അല്ലാതെ ഹെൽമെറ്റ് വെച്ചില്ലേ ഫൈൻ അടയ്ക്കുക, ഫോൺ സംസാരിച്ചുകൊണ്ട് പോയാൽ ഫൈൻ അടയ്ക്കുക. ഇതിനൊക്കെ കാശ് മേടിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എല്ലാത്തിനും നിങ്ങൾ കാശ് മേടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിനും കൂടെ മേടിക്കുക. കുറച്ച് കുട്ടികൾക്ക് അതിനോട് സുരക്ഷിതത്വം ഉണ്ടാവട്ടെ. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു നല്ലൊരു പ്രവൃത്തി തന്നെയാണ്, ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. ഒരു ക്യാമറയല്ല, 1000 ക്യാമറ വെക്കുക. എവിടെയൊക്കെ കോളേജ് ഉണ്ടോ, കോളേജിൽ എവിടെയൊക്കെ മുറികളുണ്ടോ, ബാത്റൂം പോയിട്ട് ബാക്കി എല്ലായിടവും നിങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ കുറേ കുട്ടികൾക്കൊക്കെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റും. സഖിയിട്ടിട്ട് പറയണതാണ്. ഒന്നെങ്കിലും നിങ്ങൾ അധികാരികളുടെ കാതുകളിൽ ഇതൊന്ന് കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കൂ. അല്ലാതെ കുട്ടികളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ യാതൊരു മാർഗവും ഇല്ല ഞാൻ നോക്കിയിട്ട്.